ഹായ് ഫ്രണ്ട്സ്, സാപ്പിയുടെ മലയാളത്തിന്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത് 3 അന്യഭാഷാ സിനിമകൾ, ആക്ഷൻ ത്രില്ലർ സിനിമകൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ഏതൊക്കെ സിനിമകളാണ് നോക്കാം നമുക്ക്. കഴിഞ്ഞ ദിവസം OTT റിലീസ് ചെയ്ത സിനിമകളാണ്. ഏതൊക്കെ നോക്കാം നമുക്ക്. അതിൽ ഒന്നാമത്തെ സിനിമ എന്നുള്ളത് ഒരു ജാപ്പനീസ് ആക്ഷൻ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. ബുള്ളറ്റ് ട്രെയിൻ എക്സ്പ്ലോഷൻ ആണ് സിനിമയുടെ പേര് വരുന്നത്. ഈ സിനിമയുടെ പ്ലോട്ട് എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഒരു ബുള്ളറ്റ് ട്രെയിനിൽ, ജപ്പാനിലുള്ള ഒരു ബുള്ളറ്റ് ട്രെയിനിൽ ബോംബ് വെക്കുകയാണ്. പിന്നെ ബോംബ് വെക്കുന്ന ആര് എന്നുള്ളതൊക്കെയാണ് സിനിമയിൽ പറഞ്ഞു പോകുന്നത്. അപ്പോൾ ബോംബ് വെക്കുകയാണ്. ആ ബോംബ് വെച്ചത് എങ്ങനെ പൊട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഒരു ബുള്ളറ്റ് ട്രെയിനിന്റെ സ്പീഡ് 100 കിലോമീറ്ററിൽ കുറഞ്ഞു കഴിഞ്ഞാൽ സ്പോട്ടിൽ ആ ഒരു ബോംബ് പൊട്ടും. അപ്പം ഇതിൽ ബോംബ് വെച്ചിട്ടുണ്ട് എന്നുള്ളത് ആരാണ് ബോംബ് വെച്ച അവർ അറിയിക്കുകയാണ്. അപ്പോൾ ആ ഒരു ബോംബ് നിർവീര്യമാക്കിയോ, ബോംബ് വെച്ച ആളെ പിടിച്ചോ, ആരാണ് ബോംബ് വെച്ചത്, എന്തിനാണ് ബോംബ് വെച്ചത്, ഈ ട്രെയിനിലുള്ളവരൊക്കെ രക്ഷപ്പെട്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചിരുന്ന സിനിമയാണ് ബുള്ളറ്റ് ട്രെയിൻ എക്സ്പ്ലോഷൻ എന്ന് പറഞ്ഞ ഈ സിനിമ എന്നുള്ളത്. 2 മണിക്കൂറും 17 മിനിറ്റും കൊണ്ട് സിനിമയുടെ ടോട്ടൽ ഡ്യൂറേഷൻ എന്നുള്ളത്. അത് കുറച്ച് ലെങ്ത് കൂടുതലായിട്ട് പോലെ തോന്നിയിരിക്കും. പക്ഷെ എന്നാലും സിനിമ നമ്മളെ പിടിച്ചിരുത്തുന്നുണ്ട്. നെക്സ്റ്റ് എന്ത് സംഭവിക്കും, അടുത്ത് എന്ത് സംഭവിക്കും എന്നുള്ളൊരു ടെൻഷൻ നിലനിർത്താൻ ഈ സിനിമയ്ക്ക് സാധിക്കുന്നുള്ളതാണ്. സിനിമ തമിഴ് ഡബ്ല്യൂവേഷൻ ഒക്കെ അവൈലബിൾ ആണ്. നെറ്റ്ഫ്ലിക്സിലാണ് ഈ ഒരു സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. കണ്ടു നോക്കാവുന്നതാണ്. ഓക്കെ, അപ്പൊ രണ്ടാമത്തെ സിനിമ ഏതാണെന്ന് ചോദിച്ചാൽ അതുപോലെ തന്നെ ഒരു ആക്ഷൻ മൂവിയാണ്. സിനിമയുടെ പേര് വരുന്നത് G20 എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ദക്ഷിണാഫ്രിക്കയിൽ നടക്കുന്ന സിനിമയുടെ പ്ലോട്ട് എന്താണെന്ന് ചോദിച്ചാൽ, ദക്ഷിണാഫ്രിക്കയിൽ നടക്കുന്ന G20 ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് എല്ലാ രാജ്യത്തിൻ്റെയും പ്രതിനിധികൾ എത്തുകയാണ്. അവിടെ അമേരിക്കൻ പ്രസിഡന്റ് എല്ലാവരും ഉണ്ട്. അപ്പം അവിടെ ഇവരെല്ലാവരെയും കുറച്ച് ആളുകൾ ചേർന്ന് എല്ലാവരെയും ബന്ദികളാക്കുകയാണ്. അപ്പോൾ എന്തിനാണ് ഇവരെയൊക്കെ ബന്ദികളാക്കിയത്? ഇവർ അവിടുന്ന് രക്ഷപ്പെടുമോ? US പ്രസിഡന്റ്, അതായത് അമേരിക്കൻ പ്രസിഡന്റ് മുൻകൈ എടുത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് ഇവരെ രക്ഷിക്കാൻ വേണ്ടി ചെയ്യുന്നത് എന്നൊക്കെ കാണിച്ചിരുന്ന ഒരു കിടിലൻ മൂവി എന്ന് തന്നെ പറയാം. ഒരു അടിപൊളി സിനിമ തന്നെയാണ്. ഗൺ ഷോട്ടുകളൊക്കെ ഓരോ കാര്യങ്ങൾ നല്ല രീതിയിൽ തന്നെ അവർ ചെയ്തിട്ടുണ്ട്. സിനിമ അവൈലബിൾ ആയിട്ടുള്ള ആമസോൺ പ്രൈമിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. തമിഴ് ഡബ്ല്യൂവേഷൻ ഒക്കെ അവൈലബിൾ ആണ് ഈ സിനിമയുടെ. എന്തായാലും കണ്ടു നോക്കാവുന്ന ഒരു സിനിമയാണ്. 1 മണിക്കൂറും 50 മിനിറ്റുമാണ് സിനിമയുടെ ടോട്ടൽ ഡ്യൂറേഷൻ എന്നുള്ളത്. ഒരു ഡീസന്റ് വാച്ച് മൂവി ആയിട്ടാണ് എനിക്ക് ഈ ഒരു സിനിമ G20 ആണ് ഈ ഒരു സിനിമ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. പെർഫോമൻസുകളായാലും എല്ലാം, ആക്ഷൻ രംഗങ്ങളൊക്കെ ആയാലും ഇമോഷണൽ ആയിട്ട് കുറെ കണക്ട് ആകുന്ന കുറെ സംഭവങ്ങൾ, ഇമോഷണലി സംഭവങ്ങൾ കാര്യങ്ങളുണ്ട്. അമ്മ മകൾ ബന്ധം, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ കാണിച്ചു തരുന്ന സിനിമയാണ്. എന്തായാലും കണ്ടു നോക്കാവുന്ന ഒരു സിനിമയാണ് G20 ആണ് ഈ ഒരു സിനിമ എന്നുള്ളത്. മൂന്നാമത്തെ സിനിമയാണെന്ന് നോക്കിയാൽ കഴിഞ്ഞ ദിവസം നെറ്റ്ഫ്ലിക്സ് വഴി റിലീസ് ചെയ്ത സിനിമയാണ് ഹെവോക്ക് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. നമ്മുടെ ടോം ഹാർഡ്ലി, വെനം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. അപ്പോൾ ആ സിനിമയിലെ ടോം ഹാർഡ്ലി പ്രധാന വേഷം കൈകാര്യം ചെയ്ത സിനിമയാണ് ഈ സിനിമ എന്നുള്ളത്. ഈ സിനിമയുടെ പ്ലോട്ട് എന്താണെന്ന് ചോദിച്ചാൽ, ഒരു മയക്കുമരുന്ന് ഡീല് പരാജയപ്പെടുകയാണ്. ആ പരാജയപ്പെടുന്ന കൂട്ടത്തിൽ ഒരു രാഷ്ട്രീയ പ്രവർത്തകന്റെ മകൻ അതിൽ ഉൾപ്പെട്ടു പോവുകയാണ്. അപ്പോൾ അവനെ അവന്റെ ഗേൾഫ്രണ്ടിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരു ക്രിമിനൽ ഡിറ്റക്റ്റീവ് ആയിട്ടുള്ള നമ്മുടെ നായകൻ ഇറങ്ങുകയാണ്. അപ്പോൾ അവരെ രക്ഷിക്കാൻ കഴിഞ്ഞോ, എന്തൊക്കെയാണ് അതിനിടയിൽ കൂടെ എന്തൊക്കെ സംഭവിക്കുന്നുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചിരുന്ന സിനിമയാണ് ഹെവോക്ക് എന്നാണ് ഈ ഒരു സിനിമ എന്നുള്ളത്. ഒരു കിടിലൻ ആക്ഷൻ മൂവിയാണ്. ഒരു 18+ മൂവിയാണ്. ചോര തെറിക്കുന്ന രംഗങ്ങളാണ് മൊത്തം. അടി വെടി വെട്ട് കുത്ത് പുക എന്ന് വേണ്ട ബോംബേർ എല്ലാ സംഭവങ്ങളും ചക്കയാൻ പറഞ്ഞ സിനിമയിൽ മുന്നോട്ട് പോകുന്നതാണ്. ആദ്യം കുറച്ച് സമയം എന്തൊക്കെയാണ് സംഭവം കാണിച്ചു തരുന്നത്. പിന്നെ അങ്ങോട്ട് ഫുൾ അടിയും വെടിയും കത്തിക്കുത്തും വെടിവെപ്പും എല്ലാ കാര്യങ്ങളും പരപരപരപരവും പോവുകയാണ്. ചോര തെറിക്കുന്ന രംഗങ്ങളാണ് മൊത്തത്തിൽ. വന്നവനും പോയവനും ഒക്കെ കൊല്ലുക, വെട്ടുക, മരിക്കുക. ആരും ആരും ജീവനോടല്ല എന്നുള്ളൊരു ആ രീതിയിലാണ് സിനിമയുടെ മൊത്തം കഥ അങ്ങനെ പോകുന്നത്. കടകടകടകടയെന്ന് പറഞ്ഞാൽ പോകുന്നത്. എന്തായാലും കണ്ടു നോക്കുക. തമിഴ് ഡബ്ല്യൂവേഷൻ ഒക്കെ അവൈലബിൾ ആണ്. ഹെവോക്ക് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഒരു 18+ മൂവി കൂടെയാണ്. ഈ വയലൻസ് ഉള്ള, മെയിനായിട്ട് ഈ വയലൻസ് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഒരു 18+ മൂവി ആയിട്ടാണ് ഈ ഒരു സിനിമ കണക്കാക്കാൻ പറ്റുള്ളൂ. ഹെവോക്ക് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. നെറ്റ്ഫ്ലിക്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഇത്രയും സിനിമകൾ, ഈ 3 സിനിമകളാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിച്ചിട്ടുള്ളത്. ഈ 3 സിനിമകളും അത്യാവശ്യം ഡീസന്റ് വാച്ചബിൾ ആയിട്ടുള്ള മൂവീസാണ്. കണ്ടു നോക്കാവുന്ന സിനിമകളാണ്. ആക്ഷൻ സിനിമകളൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് OTTയിൽ കാണാവുന്ന സിനിമകളാണ് ഈ 3 സിനിമകളും. കണ്ടു നോക്കാവുന്നതാണ്. കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടായിരിക്കും. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും.